പറയുമ്പോൾ ഈ പ്രൊഫസേഴ്സ് തന്നെ പറയാറുണ്ട്, ജസ്റ്റ് ചിന്തിക്കുക, പരിശുദ്ധ റൂഹ പിതാവാൻ ദൈവത്തിൽ നിന്നും പുത്രനിൽ നിന്നും കൂടെ ഒന്നിച്ചാണ് പുറത്ത് ഈ പ്രൊസീഡ് ചെയ്തത്. പിതാവിന്റെ മാത്രമെന്ന് ശരിക്കും പറഞ്ഞാൽ ആർക്കാ കൃത്യമായിട്ട് അറിയാവുന്നത്? ഇതൊരു പഠിപ്പിക്കല, ഡോക്ടേഴ്സ് ആണ് ഞാൻ പറഞ്ഞത്. ഞാനിന്നും എതിരോ ഫോർ ഓർ എഗൻസ്റ്റ് അല്ല പറയുന്നത്. ഇതൊക്കെ എന്ന് പറയുന്നത് ബിയോണ്ട് ഹ്യൂമൻ ഇന്റലക്റ്റാ. കാരണം ഇതൊക്കെ വലിയ ഹോളി മിസ്റ്ററീസ് എന്നാണ് ഈ ഹോളി മിസ്റ്ററീസ്, സ്വർഗീയ രഹസ്യങ്ങളാണ്. നമ്മുടെ ആരുടെയും റിസർച്ചിന്റെ അകത്ത് കൊണ്ടിരുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒന്നും വരുന്ന വിഷയമാണോ ഇത്? വലിയൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഓർത്തഡോക്സ് സഭയും കാത്തലിക് ചർച്ചും തമ്മിലുള്ള വ്യത്യാസം. അടുത്തത് 2 മിനിറ്റ് കൊണ്ട് പറയാം. മറ്റൊന്ന്, ക്രൈസ്റ്റ് ജീസസിന് ഇതിന്റെ 2 നേച്ചർ, അതായത് ഹ്യൂമൻ നേച്ചറും ഡിവൈൻ നേച്ചറും. അപ്പോൾ ഈ ഓർത്തഡോക്സ് സഭകളെ പറയുന്നത് മോണോഫിസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കാത്തലിക് ചർച്ചിനെ ഡയോഫിസൈറ്റ്സ് എന്നാ വിളിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത്. എന്താന്ന് ചോദിച്ചാൽ ക്രിസ്തു യേശു ഒരേ സമയത്ത് ദൈവവും മനുഷ്യനുമായിരുന്നു എന്ന് ഓർത്തഡോക്സ് സഭകൾ പറയുമ്പോൾ കാത്തലിക് ചർച്ച് പറയുന്നത് ക്രിസ്തു യേശുവിന്റെ 2 സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. ഉദാഹരണം, കാത്തലിക് ചർച്ചിൽ ഇതെല്ലാം ഞാൻ പഠിച്ചിട്ടുള്ളതുകൊണ്ടാ പറയുന്നത്. കാത്തലിക് ചർച്ച് പറയുന്നത് ഈ സ്റ്റിൽഡ് ദി സ്റ്റോം, കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയ സമയത്ത് ക്രൈസ്റ്റ് ജീസസ് പൂർണ്ണമായും ദൈവമായിരുന്നു. എന്നാൽ ലാസറസിന്റെ ആ ടൂബിന് മുമ്പിൽ, ആ സെമട്രി അല്ലെ ടൂബിന് മുമ്പിൽ കല്ലറയ്ക്കൽ വന്നപ്പോൾ ജീസസ് വെപ്റ്റ്. ദൈവത്തിന് കരയാനാവുമോ? ഇപ്പൊ കാത്തലിക് ചർച്ചിന്റെ അവിടുത്തെ തിയോളജിയൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, ദൈവം കരയുമോ? കാരണം വി ആർ ഓൾ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. പിതാവാൻ ദൈവം ഓൾ പവർഫുൾ ആയിരിക്കുന്ന ദൈവം അറിഞ്ഞേ എല്ലാം സംഭവിക്കുന്നു. അങ്ങനെയുള്ള ദൈവത്തിന് ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ കൃത്യമായി തിരുവചനം പറയുന്നതാണ്, ക്രൈസ്റ്റ് ജീസസ് വെപ്റ്റ്, കർത്താവ് യേശു കരഞ്ഞു. അപ്പോൾ അത് ഒരു ഹ്യൂമൻ നേച്ചറിൽ വരുന്നത്. ദൈവത്തിന് കരയാനാവും, മനുഷ്യന്റെ മാത്രം ഒരു പ്രത്യേകത. അപ്പൊ ആ സമയത്ത് ക്രിസ്തു യേശു പൂർണ്ണമായും മനുഷ്യനായിരുന്നു. എന്നാൽ കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയപ്പോൾ he was the real God. ആ ടൈമിന് കൃത്യമായി ദൈവമാണ്. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ബ്രെഡ്, 5 അപ്പം കൊണ്ട് 5000 ഫീഡ് ചെയ്തു. ആ സമയത്ത് ക്രിസ്തു ദൈവമായിരുന്നു. അല്ലാത്ത ചില സന്ദർഭങ്ങളിൽ മനുഷ്യനെ പോലെ മാത്രമായിരുന്നു. ഓർത്തഡോക്സ് സഭകൾ പറയുന്നത്, ഓർത്തഡോക്സ് സഭയെല്ലാം പറയുന്നത് അങ്ങനെയല്ല, എല്ലാ സമയത്തും ദൈവവും മനുഷ്യനും തന്നെയായിരുന്നു ത്രൂ ഔട്ട് ഹിസ് ലൈഫ്. കാരണം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ഇൻസെപ്പറബിൾ ആണ്. ഓർത്തഡോക്സ് സഭ പറയുന്നത് ദൈവത്വവും മനുഷ്യത്വവും അത് ഇൻസെപ്പറബിൾ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അതിനെ രണ്ടാക്കി നമുക്ക് ഇന്ന സമയത്ത് ക്രിസ്തു ദൈവമായിരുന്നു, ഇന്ന സമയത്ത് മനുഷ്യനായിരുന്നു എന്ന് പറയാൻ സാധിക്കത്തില്ലെന്ന് ഓർത്തഡോക്സ് സഭ. കാത്തലിക് ചർച്ച് പറയുന്നത് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത സ്വഭാവമായിരുന്നു. ആ നേച്ചർ എന്നാ പറയുന്നത്, ഹ്യൂമൻ നേച്ചർ, ഡിവൈൻ നേച്ചർ. ഞാൻ പറഞ്ഞത് പക്ഷെ ഇതൊക്കെ ദൈവത്തിന് തന്നെയല്ലാതെ ഏത് മനുഷ്യനാ ഇതിനെക്കുറിച്ചൊക്കെ 100% കൺഫേം ചെയ്ത് പറയാൻ സാധിക്കുന്നത് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിലൊക്കെ കാത്തലിക് ചർച്ചും ഓർത്തഡോക്സ് സഭകളിലൊക്കെ എന്ത് വ്യത്യാസമുള്ള ഈ പറയുന്നതൊക്കെ വാസ്തവത്തിൽ ബിയോണ്ട് ഹ്യൂമൻ ഇന്റലക്റ്റ് ആണ്, ഹ്യൂമൻ ഗ്രാസ്പാണ്. അത് നമുക്കെല്ലാം പറയാം. ഞാനതുകൊണ്ട് ഇതിനെ ഒന്നിനെയും ഏതെങ്കിലും തരത്തിൽ ക്വസ്റ്റ്യൻ ചെയ്ത് പറയുന്നതല്ല. അത്രയ്ക്ക് വ്യത്യാസങ്ങള്, ഇതൊക്കെ ഒരുപാട് തിയോളജിക്കൽ ഒരുപാട് ഡിബേറ്റുകളെ തുടർന്ന് പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം, നമുക്ക് ഈ ബോട്ടം ലൈനിൽ പറയുമ്പോൾ എന്ത് വ്യത്യാസമാണ് ഇതൊക്കെയാ വ്യത്യാസം എന്ന് പറയുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. സഭയുടെ പഠിപ്പിക്കലൊക്കെ ജനറലി സ്പീക്കിംഗ് ഓൾമോസ്റ്റ് വൺ ആൻഡ് ദ സെയിം. പറഞ്ഞ പോലെ 7 കൂദാശകൾ വാങ്ങിപ്പോയവർക്ക് വേണ്ടി നമ്മൾ വി പ്രേ ഫോർ ദ ഡെഡ്. കാത്തലിക് ചർച്ചും ഓർത്തഡോക്സ് ചർച്ചും ഒരുപോലെ വി പ്രേ ഫോർ ദ ഡെഡ്. വീണ്ടും നമുക്ക് 2 കൂട്ടരും ഒരുപോലെ വി ഫോളോ ദ ഇൻഫന്റ് ബാപ്റ്റിസം. നമ്മൾ ശിശുക്കളെയാ മാമോദീസ മുക്കുന്ന, അഡൽറ്റുകളെയല്ല. പല പ്രൊട്ടക്ഷൻ ചർച്ചുകളും അഡൽട്സിനെ മാത്രമേ പ്രായം കൂടി മുന്നോട്ട് വരുമ്പോഴേ ബാപ്റ്റൈസ് ചെയ്യുള്ളൂ. വി ബാപ്റ്റൈസ് ഇൻ ദ ഇൻഫൻസി. അപ്പം അങ്ങനെ ഈ കാര്യങ്ങൾ. ഇനി
നമ്മൾ മീഡിയേഷനിൽ നമ്മുടെ സ്ട്രോങ് മീഡിയേഷൻ ഉണ്ട്, എസ്പെഷ്യലി മദർ മേരി. We pray to our Lord God through the mediation or intercession of Holy Virgin Mary, Mother of God, and so many saints. We pray to God. ഇത് പിന്നെ എവിടെയാണ് വ്യത്യാസം? ഈ പറഞ്ഞതാ വ്യത്യാസം. പരിശുദ്ധ റൂഹ എവിടെ നിന്നാ വന്നത്? എന്നിട്ട് ഇത് പഠിപ്പിക്കും. ഈ പ്രൊഫസേഴ്സ് തന്നെ എന്നിട്ട് ഇത് പറഞ്ഞിട്ട് പറയും, ഓർത്തഡോക്സ് പേര് ഇങ്ങനെ പറയുന്നു, കാതലിക് ചർച്ചിലാണെന്ന് പറഞ്ഞിട്ട് അവര് തന്നെ ഇങ്ങനെ കൈ കാണിക്കും. ഇത് നേരത്തെ പഠിപ്പിക്കലുകൾ അതിലും നമ്മളെ പറഞ്ഞു തരിക. പക്ഷെ ഒരു കാരണവശാലും ഇതൊന്നും മാനുഷിക ചിന്തകൾക്ക് ബുദ്ധിക്ക് അപ്പുറമാണ്. അപ്പോൾ ഇത് എന്തിനാ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, കാതലിക് ചർച്ചും ഓർത്തഡോക്സ് ചർച്ചുകളും തമ്മിലൊക്കെയുള്ള ഒരു പഠിപ്പിക്കലും അതിന്റെ അടുപ്പവും ബന്ധവും ഒക്കെ അത്ര ശക്തമാണ്. ബോട്ടം ലൈനിൽ ഒന്ന് തന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ പറയത്തക്ക വ്യത്യാസം ഇല്ല എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി. എന്നാൽ ചുരുക്കം ചില കാര്യങ്ങളിൽ അഡ്മിനിസ്ട്രേഷൻ സംബന്ധിച്ച് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറുള്ള വ്യത്യാസം, ചർച്ചിന്റെ ഇൻഫ്രാസ്ട്രക്ചർ അത് ഓഫ് കോഴ്സ്. അതേസമയം തന്നെ നമുക്കറിയാം, ഈ പറയുന്ന ഓർത്തഡോക്സ് സഭയിലും കാതലിക് ചർച്ചിലും പറയുന്നത് എന്താണ്, അവര് അന്ത്യോക്യ പാത്രിക്കീസും മാർപ്പാപ്പമാരും സക്സസേഴ്സ് ഓഫ് സെയിന്റ് പീറ്റർ, ചീഫ് ഓഫ് അപ്പോസ്റ്റൽസ്. ഞാൻ പറഞ്ഞത് വളരെ എളുപ്പമാണ് കാതലിക് ചർച്ചും ഈ ഓർത്തഡോക്സ് ചർച്ചയും തമ്മിലുള്ള ആ ബന്ധം ശക്തീകരിക്കാൻ ഒരു പ്രയാസവും. അതിന്റെ കൂടെയാണ് ഇതിനെല്ലാം ഇനി അഡീഷൻ ടു ഓൾ ദീസ് തിങ്സ് വി ഓൾ ബിലോങ് ടു one and the same community, Canaanite community, that is Jewish Christians. We are Jewish Christians. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ എന്താ വ്യത്യാസം നമുക്ക് തന്നെ തോന്നിപ്പോവുക. അതാ ഞാൻ പറഞ്ഞപ്പോ ചർച്ച് വൈസ് പോലും വിശ്വാസത്തെ പോലും മെത്രാൻ തെറ്റിച്ച് പറയുന്നു. പിതാവിൽ നിന്നാണോ പുത്രനിൽ നിന്നാണോ പരിശുദ്ധ റൂഹ പുറപ്പെടുന്നത് എന്ന് എനിക്കറിയില്ല എന്ന് ഒരു സുറിയാനി മെത്രാൻ പറയുന്നു. കഷ്ടം തന്നെ. പിന്നെ എന്തിനാ മെത്രാച്ച അങ്ങ് വിശ്വാസ പ്രമാണം ചൊല്ലുന്നതും ചൊല്ലിക്കുന്നതും? സകലതയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടി വസിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലീഹാമാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള റൂഹായിലും കത്തോലിക്കവും ശ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും വിശ്വസിക്കുന്നു എന്നല്ലേ മെത്രാച്ച അവിടെ നിന്ന് അങ്ങ് പറയുന്നത്? പിതാവിൽ നിന്ന് പുറപ്പെട്ടുന്നു എന്ന് തന്നെയല്ലേ? വിശ്വാസമില്ലെങ്കിൽ അത് വെറും ജൽപ്പനം ആണെന്നല്ലേ അതിനർത്ഥം? അതാണ് പറഞ്ഞത്, അങ്ങേക്ക് എല്ലാം അറിയാം വേദപുസ്തകം ഒഴിച്ച്. ഈ ഒരു വിശ്വാസം മുറുകെ പിടിച്ചതുകൊണ്ട് മാത്രം നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ച യാതനകൾ അംഗഭംഗം വന്നവർ അവർ കത്തോലിക്കന്റെ ഇരു സ്വഭാവം തള്ളിപ്പറഞ്ഞതുകൊണ്ട് തന്നെ ശപിക്കപ്പെട്ട നെസ്തോറും അങ്ങും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? അങ്ങ് മുടക്കപ്പെട്ട് ശപിക്കപ്പെട്ട നെസ്തോറും മുടക്കപ്പെട്ടു. നെസ്തോറിന്റെ വിധിയാണ് അങ്ങേക്കും കരുതി വെച്ചിരിക്കുന്നത്. അങ്ങ് വിശ്വാസം തള്ളിപ്പറഞ്ഞത് ഗ്ലോബൽ പാർലമെന്റിന് വേണ്ടിയാണ്, അതിൽ നിന്നും കിട്ടുന്ന ലാഭങ്ങൾക്ക് വേണ്ടിയാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. ജ്ഞാനായ പിതാക്കന്മാർക്ക് ആ ഒരു ഉറപ്പുണ്ടായിരുന്നു, അങ്ങേക്ക് അതില്ല. അങ്ങനെ ഒരു ഉറപ്പുമില്ല. അതല്ലേ ആടി ആടി ചാഞ്ഞും ചരിഞ്ഞും നിൽക്കുന്നത്. അങ്ങ് ദൈവപുരുഷനാണ് എന്ന് പറയുന്നവൻ്റെ ആത്മീയ ദാരിദ്ര്യം സമ്മതിച്ചേ മതിയാകൂ. അങ്ങയെ സ്തുതിച്ചുകൊണ്ട് വലിയ പള്ളികൾക്ക് വേണ്ടി സ്തുതി പാടുന്ന വൈദികരും അങ്ങയുടെ പാതയിൽ ആത്മീയ നാശത്തിൻ്റെ വഴിയിൽ കൂടി സഞ്ചരിക്കുന്നു.